ഒരു സ്ത്രീ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ, ഭർത്താവില്ലാതെ ഉപ്പയില്ലാതെ എല്ലാം ജീവിക്കുമ്പോൾ, മക്കളെ പോറ്റാൻ വേണ്ടി പല രാജ്യത്തും പോയി കഷ്ടപ്പെടുമ്പോൾ ഒരുപാട് നമ്മൾ എല്ലാം സഹിച്ച് ജീവിക്കേണ്ടി വരും. നമ്മൾ ആരെയാണോ തളർത്താൻ നോക്കുന്നത്, അവരും തളർത്താൻ നോക്കിയത് അവരെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. അവിടെ നമ്മൾ തോറ്റു കൊടുക്കല്ലേ വേണ്ടത്. നമ്മൾ എവിടെയാണോ നമ്മളെ ജീവിതം നഷ്ടപ്പെട്ട് അവിടുന്ന് ഉയർന്നെണീറ്റ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അവിടെ നമ്മൾ തോൽക്കാൻ പാടില്ല. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ എവിടെയും എത്തും. നമ്മളെ മക്കളെ ഓർത്താൽ മതി, നമ്മളെ ഉമ്മാനെ ഓർത്താൽ മതി, മാതാപിതാക്കളെ ഓർത്താൽ മതി, നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തും. നമ്മൾ ജീവിക്കേണ്ടത് നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ്. എവിടെയും തോറ്റു കൊടുക്കാനുള്ളതല്ല സ്ത്രീയുടെ ജീവിതം. അപ്പോൾ ആരും സ്ത്രീകൾ ഒറ്റപ്പെട്ട് ജീവിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ തോറ്റു കൊടുക്കാനുള്ളതല്ല ജീവിതം. ഒരാൾ തരാനില്ല, അല്ല ഒരാൾ ആഗ്രഹിക്കാതെ ജീവിച്ചാൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തും. നമുക്ക് കഴിയുന്നതും നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക, മറ്റുള്ളവരത് ആഗ്രഹിക്കാതിരിക്കുക, ഒരാളെ ആഗ്രഹിച്ച് ജീവിക്കാതിരിക്കുക, ഒരാൾ തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജീവിക്കാതിരിക്കുക. അപ്പം നമ്മൾ മാത്രമാണ് ഉള്ളൂ എന്ന് പറഞ്ഞ് ജീവിക്കുക. നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളെ കുടുംബം ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുക. നമ്മളെ കാത്തിരിക്കാൻ നമ്മളെ നാട്ടിൽ എല്ലാവരും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ ജീവിതം മുന്നോട്ട് പോകും. ഒരാൾ തോൽപ്പിച്ചാൽ തോൽക്കാനുള്ളതല്ല സ്ത്രീയുടെ ജീവിതം. അവിടുന്ന് നമ്മൾ എണീറ്റ് അവരെ മുന്നിൽ അന്തസ്സോടെ ജീവിച്ച് കാണിക്കുന്നതാണ് സ്ത്രീയുടെ ജീവിതം, അല്ലേ? തോറ്റാൽ തോൽക്കാനേ സമയം ഉണ്ടാവുള്ളൂ. ജയിച്ചാലോ ജയിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഏറ്റവും നല്ല കാര്യം ചെയ്യേണ്ടത് ഒരാൾ തരാനില്ല എന്നുള്ള തോന്നൽ നമുക്ക് വേണം. നമ്മൾ മാത്രം ജോലി ചെയ്താലേ ഉണ്ടാവുള്ളൂ എന്നൊരു തോന്നൽ ഉണ്ടെങ്കിലേ നമ്മളെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ആരും തോറ്റു കൊടുക്കരുത്, എവിടെയും തളരരുത്. തളർത്താൻ നോക്കി എല്ലാവരും മുന്നിലും നമ്മൾ ജയിച്ച് കാണിക്കണം, മുന്നോട്ട് പോകണം. മക്കളെ ഓർക്കണം, മാതാപിതാക്കളെ ഓർക്കുക, നല്ലപോലെ ജീവിച്ചു പോവുക. അപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക്. ഒരുപാട് ആൾക്കാർ നമ്മളെ തളർത്താനുണ്ടാവും. പക്ഷെ അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? തൻ്റെടത്തോടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ജയിക്കുമ്പോഴായിരിക്കും ഈ തളർത്താൻ നോക്കിയോല് വീണ്ടും തളർത്താൻ നോക്കുക. വീണ്ടും നമ്മൾ അവിടെ തോൽക്കാൻ പാടില്ല. നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്ക്, അതിൻ്റെ ഇരട്ടി ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഒരാളെ കണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല.